പിന്നെ കോൺഗ്രസിന്റെ ഒരു പാട്ട് പറയോ, ഏതെങ്കിലും ഒരു പാട്ട്? ഒപ്പമുള്ള കൂട്ടുകാരൊക്കെ അയച്ചു. നമ്മളൊപ്പം ഉള്ള കൂട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ തന്നെ ഈ ഇടതുപക്ഷ ചിന്താഗതിയിൽ അല്ലെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരൊക്കെ പെട്ടെന്ന് എന്റെ പാട്ടുകളൊക്കെ ആ രീതിയിൽ കണ്ടവരല്ലേ. അപ്പൊ പെട്ടെന്ന് അത് കണ്ട സമയത്ത് എല്ലാവരും നമുക്ക് അയച്ചു തന്നു. ആ രീതിയിൽ ഉപയോഗിച്ചതായിട്ട് കണ്ടു. പിന്നെ അവർക്ക് പാട്ടുകളൊന്നുമില്ല, അതുകൊണ്ടുള്ള സങ്കടമാണ്. പിന്നെ കോൺഗ്രസിന്റെ ഒരു പാട്ട് പറയോ, ഏതെങ്കിലും ഒരു പാട്ട്? പിന്നീട് പാട്ടുകളില്ലല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ചോളം. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താണ്, ഞാൻ തന്നെ ചെയ്ത ഇതിലുമേറെയും സമരവും സമരഭൂമിയും ഇടനെഞ്ചിലെത്തപ്പോ തുടങ്ങുന്ന പാട്ടുകൾ ഇപ്പൊ നിലവിൽ ഇടതുപക്ഷ ഇതിന്റെ ഭാഗമായിട്ട് തുടരണം ഈ യാത്ര എന്നുള്ള പാട്ടുകളൊക്കെ നോക്കുമ്പോൾ ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ ഹിപ്പ് ഹോപ്പും റാപ്പുകളൊക്കെ ഭീകരമായിട്ട് എന്റർടൈൻ ചെയ്യണ ഈ പുതിയ കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത എന്റെ ഇൻഡിപെൻഡന്റ് പാട്ടുകളിലും കൂടുതൽ സമരവുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ്. കോൺഗ്രസ് സ്ഥിരമായിട്ട് എന്റെ പാട്ടുകൾ ഉപയോഗിക്കുന്നത് ഞാൻ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് ഇതിനു മുൻപൊക്കെ. ഞാൻ ഇടതുപക്ഷ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ചെയ്ത സമരഭൂമി എന്നുള്ള ഞാൻ ചെയ്ത ഇതിലുമേറെ എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ സമരം എന്നുള്ള ഇന്നലെ ഉപയോഗിച്ച പാട്ട്, ഇതൊക്കെ ഞാൻ സ്വന്തം ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷൻ ആയിട്ട് ചെയ്ത പാട്ടുകളാണ്. നമ്മളൊരു ഇടതുപക്ഷ ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ സാധാരണക്കാരെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചെയ്ത പാട്ടുകളാണ് കൂടുതൽ. അതിന്റെ അപ്പുറത്ത് ഈ വർഗീയ ഭരണങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തേണ്ടതായിട്ടുണ്ട്.